നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 18-ാം തീയതി, അതായത് 1201 ആണ്ട് തുലാമാസം 1-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. ശുഭഫലത്തെപ്പെടുന്ന നക്ഷത്രമാണ് പൂരം. ഇപ്പോൾ പൂരം നക്ഷത്രം അനുകൂലപ്രദമാണ് എങ്കിൽ പോലും ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി ഏറ്റവും നെഗറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്. മന്ദതയെ കൊടുക്കും, കാര്യങ്ങളെ തടസ്സപ്പെടുത്തും, പലതരത്തിലുള്ള അസ്വസ്ഥതയെ കൊടുക്കും. അപ്പോൾ നമ്മളിന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസം തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വിജയം ഉണ്ടാവുന്ന ദിവസമല്ല. അതുകൊണ്ട് അത്ര ശ്രദ്ധയോടുകൂടി ഇന്നത്തെ ദിവസം കൊണ്ടുപോകണം. പക്ഷേ തുലാമാസത്തിലെ പൂരം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ, ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം നല്ലതല്ല. സാമ്പത്തിക നഷ്ടം, ശാരീരിക ബുദ്ധിമുട്ട്, കാര്യതടസ്സം, രോഗാദി ദുരിതങ്ങൾ, ശത്രുഭയം, അപകടങ്ങൾ ഒക്കെ ഉണ്ടാവാൻ ഇടവരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇതിന് നമുക്ക് അതിജീവിക്കാം. നമ്മൾ എന്തിനാണ് നേരത്തെ അറിയണത്? നമുക്ക് ഈ ദോഷഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. എല്ലാം മുന്നേ കൂട്ടി അറിഞ്ഞ് മഹർഷിവര്യന്മാർ ജ്യോതിഷശാസ്ത്രം എഴുതി വെച്ചത് തന്നെ ലോക നന്മയ്ക്ക് വേണ്ടി നമുക്ക് മുന്നേ കൂട്ടി മനസ്സിലായിക്കൊണ്ട് ശരിക്ക് റൂട്ട് മാപ്പാണ്. ഇപ്പോൾ ഈ പ്രവചനം നാളെക്കുറിച്ച് നേരത്തെ അറിയുക, നമുക്ക് അടുത്തൊരു ദൂരെയുള്ള സ്ഥലത്തെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കുക. അങ്ങനെയാണ് ഗൂഗിൾ മാപ്പൊക്കെ കണ്ടുപിടിച്ചത്. എല്ലാം സാറ്റലൈറ്റ് കണ്ടുപിടിച്ചത് ഗ്രഹങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ട്. ഇപ്പോൾ എല്ലാം ഗ്രഹങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തി നമുക്ക് കൊണ്ടുപോകണം. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം, ശനീശ്വര യന്ത്രം ദേഹരക്ഷയായി ധരിക്കണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ഗ്രഹത്തിൻ്റെ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് കൊള്ളൂല എന്ന് പറഞ്ഞു എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. അതുകൊണ്ട് ഇന്ന് 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9 മണിക്കല്ല രാഹുകാലം. 9 മണി 13 തൊട്ട് രാഹുകാലം ആരംഭിക്കും. 10 മണി 41 വരെ രാഹുകാല സമയമുണ്ട് താനും. അതുപോലെ 2 സമയങ്ങൾ നമുക്ക് ഒരു കാര്യത്തിനും കൊള്ളാത്ത സമയങ്ങളുണ്ട്. ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും. അത് ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 6:17 തൊട്ട് 7:45 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 1 മണി 38 തൊട്ട് 3 മണി 6 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. അഭിജിത്ത് മുഹൂർത്തം ഇന്ന് വരുന്നതും 11:46 തൊട്ട് 12:34 വരെ 48 നേരം. ഇതിൽ 4 മിനിറ്റ് ഒഴിച്ച് 44 നമുക്ക് ഉപയോഗിക്കാം. അതും നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അന്നത്തെ ഉദയത്തെ ആസ്പദമാക്കിയാണ്. ഉദയം തൊട്ട് 14 നാഴിക തൊട്ട് 16 നാഴിക വരെ വരുന്ന 2 നാഴിക നേരം, അതായത് 41 നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ്. ഈ സമയം ആണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ സമയം നമുക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം എടുക്കാം. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ അല്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ നീല മിക്സായിട്ടുള്ള വസ്ത്രമോ ധരിച്ചുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത് നമ്മളിലേക്ക് ശനിയുടെ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ
നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.